യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമാണ് വരുന്നത്. സോ നമ്മൾ ഓണം സീരീസ് പോലെ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കുക്കിംഗ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ, മധുരത്തിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഒരു സേമിയ പായസമായിരുന്നു. ഇപ്രാവശ്യം നമ്മളൊരു പഴം പ്രഥമനാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 6 പഴം നമ്മൾ നല്ല വലിയ നേന്ത്രപ്പഴം പഴുത്തത് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇത്രയും ടൈനി പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉടഞ്ഞ് കിട്ടാനും ഇത്തിരി ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടാൻ നല്ലതല്ലേ, അതാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ 7 ശർക്കര പാനി റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ട്, കശുവണ്ടി ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്. ഇവിടെ നമ്മളൊരു പാക്കറ്റ് ഒരു ബോട്ടിൽ നെയ്യ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 1.5 മുറി നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും. പിന്നെ നമുക്കൊരു ഉരുളിയാണ് വേണ്ടത് കേട്ടോ. ഇതിലൊരു സ്പൂൺ വെച്ചിട്ടുണ്ട് ഞാനത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം തപ്പിപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്കിതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടുമില്ല, ഇതുവരെ ഈ പായസം ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യുകയാണ്. ഞാൻ ശരിയാവും എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മുടെ കശുവണ്ടി വറുത്തെടുക്കാം. കശുവണ്ടി വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് വറുത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ സെയിം നെയ്യിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചിങ്ങനെ ഞാൻ ചീറ്റിൽ പൊട്ടലേക്ക് ഉണ്ടാവും. അതൊന്നും ആരും നോക്കണ്ട കേട്ടോ. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ചൂട് നെയ്യിലേക്ക് ഒഴിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നെയ്യ് കൂടുതൽ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുക ചെയ്യാം. അങ്ങനെ ആ നെയ്യും വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം നമുക്ക് അരിയുമ്പോൾ ഒന്നില്ലെങ്കിൽ അരിയാതെ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു പേസ്റ്റ് ടൈപ്പ് ഇട്ട് കൊടുക്കാം. അത് ഭയങ്കര ക്രീമി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് കടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ മുറിച്ചിട്ട് ഇട്ടെടുത്തത്. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് പോവില്ല, ഒരു പാകത്തിന് ഉടഞ്ഞ് പോവുള്ളൂ. നമ്മളിതിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടാം. അതൊന്ന് നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടില്ല, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ പഴത്തിൻ്റെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നമ്മൾ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കട്ട പോലെ വീഴും. അതുകൊണ്ട് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു പാനി കിട്ടും കേട്ടോ. അപ്പോൾ പഴം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഒന്നുകൂടെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പാലും പഴമൊക്കെ ആഡ് ചെയ്യലും കുറയ്ക്കലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ 2-ാം പാൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കര പാനിയുടെ ഇതും അതുപോലെ തന്നെ 2-ാം പാലും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അത് രണ്ടും മിക്സായിട്ട് ഒന്നായിട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഉള്ള കൺസിസ്റ്റൻസി കേട്ടോ.
ഇപ്പോൾ നമ്മുടെ രണ്ടാം പാല് ചേർത്തിട്ടുള്ള മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന ഏലക്കപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് നമ്മുടെ കശുവണ്ടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും നെയ്യ് നമുക്ക് ഓപ്ഷനിലാണ്, ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ല ചൂടുണ്ട്, പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നന്നായി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയോട്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴപ്രഥമം കഴിക്കുമ്പോ പപ്പടം മസ്റ്റാണ്. പപ്പടം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ആയിട്ട് കഴിക്കുമ്പോ ഗ്യാസ് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവൻ അതാ കാണണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പായസം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ അറിയിക്കുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.